കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. 2 മുട്ടയും ഒരു ഓറഞ്ചും വെച്ചുകൊണ്ട് നല്ല ഫ്രഷ് ഓറഞ്ചിൻ്റെ രുചിയുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി കേക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ചാണ്. നമുക്ക് ആദ്യം ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒരു പീലർ ഉപയോഗിച്ചിട്ട് ആ ഓറഞ്ച് കളറിലുള്ള ഭാഗം മാത്രം, അതായത് ആ നേരിയൊരു ഭാഗം മാത്രം ഇതേപോലെ പീൽ ചെയ്തെടുക്കുക. ആ വെള്ള ഭാഗം ഇതിൽ പെടാൻ പാടില്ല, കാരണം അതുണ്ടായി കഴിഞ്ഞാൽ ഇതിന് ചെറിയ കയ്പുണ്ടാവും. അതുകൊണ്ട് മുകളിലുള്ള നേരിയ ഓറഞ്ച് കളറിലുള്ള ഭാഗം മാത്രം ഇതേപോലെ പീൽ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ തൊലി മുഴുവനും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. കണ്ടില്ലേ, നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി എടുക്കണം. അപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊരു ബൗളിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. 2 പീസ് ഓറഞ്ചിൻ്റെയും ജ്യൂസ് നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ കുരുവൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഒരു സ്ട്രൈനറിലൂടെ മറ്റൊരു ബൗളിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ജ്യൂസിന് നമുക്കൊന്ന് അളന്നിട്ട് എടുക്കണം. നമുക്ക് 1/4 കപ്പ് ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 1/4 കപ്പ് ജ്യൂസ് നമുക്ക് അളന്നിട്ട് എടുക്കാം. ഈ 1/4 കപ്പ് ജ്യൂസ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കറുത്ത മുന്തിരി എൻ്റെ കയ്യിലുള്ളത് നല്ല വലിപ്പമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. കുറച്ച് സമയം ഓറഞ്ച് ജ്യൂസിൽ ഇതിങ്ങനെ കിടക്കുന്നത് നല്ലതാണ്. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. നമ്മൾ കേക്കിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം മാത്രം ഇതിങ്ങനെ വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു സ്ട്രൈനർ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ആദ്യം ഈ സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ബൗളിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം. പഞ്ചസാര നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മുട്ട കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ലൊരു ക്രീം കളറായിട്ട് വരും, അത്ര വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ലൈറ്റ് കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടറാണ് ഇഷ്ടമെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1/4 ടേബിൾ സ്പൂണോളുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തൊലി. അത് മുഴുവനും ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നല്ലൊരു കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് കിട്ടുന്നത് മുഴുവനും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ ഫ്രഷ് ഓറഞ്ച് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും തൊലി മുഴുവനും ചേർത്ത് കൊടുത്താൽ. ആ വെള്ള ഭാഗം പെടാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റി വെക്കാം.
ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ കുതിർത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് അരിച്ചെടുക്കാം. ഈ ഓറഞ്ച് ജ്യൂസ് മറ്റൊരു ബൗളിലേക്ക് അരിച്ചൊഴിക്കുക. എന്നിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതിലൊട്ടും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവരുത്. നന്നായിട്ട് പിഴിഞ്ഞിട്ട് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ബൗളിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കളയരുത് കേട്ടോ. ഇത് നമുക്ക് കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിവിടെ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് കേക്കിൻ്റെ ബാറ്ററിൽ ഇടുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് താഴെ പോയിട്ട് നിൽക്കില്ല, അടിയിലായിട്ട് നിൽക്കില്ല, കുറച്ചൊക്കെ മുകളിൽ പൊങ്ങി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ മൈദയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണ്ട. ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും സ്പീഡ് കൂട്ടിയിട്ട് മിക്സ് ചെയ്യരുത്. ഇതേപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതേപോലെ 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മുഴുവനും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ സ്ഥിരം വെക്കുന്ന നമ്മുടെ ചായപാത്രം, ഈ അലൂമിനിയം സോസ് പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. താഴെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ, പഴയ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. പഴയ ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും താഴെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സോസ് പാനിൽ ഞാൻ കുറച്ച് ഓയിലും പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായ സോസ് പാനിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് ചൂടാവണമെന്നില്ല, ചെറുതായിട്ട് ഈ സോസ് പാൻ ഒന്ന് ചൂടായി മതി. അതിനുശേഷം ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിതൊരു 40-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. എനിക്കിന്ന് 45 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വേവാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 40 മിനിറ്റ് കൊണ്ടും ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 40 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ചിലപ്പോൾ ഇനി 50 മിനിറ്റ് ആവാനും മതി കേട്ടോ. ഓരോ പാത്രത്തിൻ്റെ ഒക്കെ ഇതനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എനിക്കിന്ന് 45 മിനിറ്റ് സമയം കൊണ്ടാണ് ഇത് വെന്ത് കിട്ടിയത്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അടപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ അടപ്പ് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കേക്ക് നല്ലോണം പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടപ്പിൽ മുട്ടുണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് സമയമാണ് എടുത്തത്. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടും നമുക്ക്. നമ്മൾ ഓറഞ്ച് ജസ്റ്റ് ചേർത്തതുകൊണ്ട് നല്ല ഓറഞ്ച് ഫ്ലേവറാണ്, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഓറഞ്ച് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് കളറിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇന്ന് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടതുകൊണ്ട് ഇതേപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇത് സ്പാനിഷ് ഡിലൈറ്റ് ഫലൂദയാണ് കേട്ടോ. ഹോം മെയ്ഡ് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം വെച്ചിട്ടുണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദയാണ്. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതാണ്. വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം. അതേപോലെ ഇന്നലെ ഞാൻ കാണിച്ച കോഴി പൊരിച്ച് വെച്ച ബിരിയാണിയുടെ റെസിപ്പി കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ണൂർ കിച്ചൻ്റെ പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്